കാണിക്കുമ്പോൾ വ്യക്തമാകില്ല. ഗൺമാൻ തൊട്ടടുത്തൂടെ പോവുകയാണ്. ഇടതുഭാഗത്താണ് ഗൺമാൻ ആദ്യമുള്ളത്. അതിനുശേഷം ഈ അഭിലാഷ് തൊട്ട് മുന്നിലേക്ക് ഈ പ്രതിഷേധക്കാർ വരുമ്പോൾ മന്ത്രിയുടെ മുന്നിലൂടെ കയറി മന്ത്രിയുടെ വലതുഭാഗത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗമാണ് ഈ കറുത്ത തുണി എന്ന് സംശയിക്കുന്നത്. കരിനീല വസ്ത്രമാണ്. ഈ മൊബൈൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന് വ്യക്തത കുറവുള്ളത് കൊണ്ടാണ് അത് കറുത്ത വസ്ത്രമായിട്ട് കറുത്ത തുണിയായിട്ട് തോന്നിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കറിയാം അവിടെ പ്രതിഷേധം ഏത് നിലയിലാണ് ഉണ്ടായത്. ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാട്ടിലില്ല ഞാൻ, എന്നാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീണ ജോർജ് ചേച്ചിയുടെ നാടകത്തിൻ്റെ ഓസ്കർ അഭിനയത്തിലുള്ള നാടകത്തിൻ്റെ രംഗങ്ങളാണല്ലോ സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇന്നലത്തെ അപ്പോൾ KSUവിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു. KSUവിൻ്റെ 2 പിള്ളേരും ചെറിയ കറുത്ത തുണി പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് വീണ ജോർജിൻ്റെ പുറകെ പോണതും, അത് ഒരുപാട് പോലീസുകാരുണ്ട്, ഒരു 10, 25, 30 പോലീസുകാരുണ്ട്. വീണ ജോർജിൻ്റെ 4 ചുറ്റും ഒരു SI, ഒരു നല്ല തണ്ടും തടിയുമുള്ള ഒരു ലേഡി SIയും കൂടി ഉണ്ട്. അപ്പോൾ അവർ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ പിള്ളേർ പുറകെ കൂടെ ഓടിച്ചെന്നു. പിള്ളേർ പുറകെ കൂടെ ഓടിച്ചെല്ലുമ്പോൾ തന്നെ പോലീസുകാർ തൂക്കിയെടുത്തവന്മാരെ എടുത്ത് ദൂരെ കളയുന്നുണ്ട്. കേസിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവരെ എടുത്ത് തൂക്കിയെടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഭയങ്കര എന്താ പറയുക, ഇവർ ആരാണെന്നാണ് ഇവരുടെ വിചാരവും നമുക്കറിയത്തില്ല. ഇവരാരാണ്ട് ഇവർ വ്യക്തിപരമായിട്ട് ആർക്ക് ഇവരെ വേണം? ഇവരെ റോഡിൽ ഈ മന്ത്രി പദവും രാജിവെച്ചിട്ട് ഇവരിവിടെ റോഡിൽ കൂടെ നടന്ന ഏതെങ്കിലും ഒരു പട്ടി തിരിഞ്ഞു നോക്കുമോ? ഏതെങ്കിലും KSUക്കാരോ ആരെങ്കിലും ഇവരെ പുറകിൽ നടക്കുകയോ ചെയ്യുമോ? ഇവരൊരു മന്ത്രിയാണ്, ഒരു സ്റ്റേറ്റിൻ്റെ മന്ത്രിയാണ്. ഈ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധ തെണ്ടിത്തരം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ഹസ്ന എന്ന് പറയുന്ന ഒരു കുട്ടി, നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരു കുട്ടി, അത് മലാശയം അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് മലാശയം കട്ടായിട്ട് ജനനേന്ദ്രിയത്തിൽ കൂടി മലം പോണ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീയായ നമുക്കത് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തോന്നൂലേ? ആ അവസ്ഥയിൽ ആ കുട്ടി പിന്നെ ജനനേന്ദ്രിയത്തിൽ കൂടാണ് പോണത്. എന്നിട്ട് വയറ്റിൻ്റെ ഒരു ഭാഗത്ത് തുളച്ച് ഒരു ദ്വാരമിട്ട് ഒരു കീ ഹോൾ ചെയ്ത് അതിലേക്കൂടെ ബാഗ് ഇട്ടിരിക്കുകയാണ് മലം പോകാൻ വേണ്ടി. അത്രമാത്രം ദുരവസ്ഥ ഒരു ആരോഗ്യ മേഖലയിൽ ഒരു സ്ത്രീ, ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തെടുത്ത് സംഭവിച്ച അത്രമാത്രം ഗുരുതര പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ പറയേണ്ട കത്രിക വയറ്റിൽ വർഷങ്ങളായിട്ട് കത്രിക കണ്ടുവെന്നും ഹർഷിനയുടെ കാര്യം തന്നെ നമുക്കറിയാം. 2017 ഓപ്പറേഷനും കത്രിക അകത്ത് വന്നിട്ട് അത് എത്രയോ വർഷം വേദന കൊണ്ട് പൊളഞ്ഞ് അതിനുശേഷം പിന്നെ അടുത്ത ഒരു സ്ത്രീയുടെ വയറ്റിൽ നമ്മളിപ്പോൾ കത്രിക കണ്ടു. പിന്നെ അതുപോലെ പഞ്ഞിക്കെട്ട് വയറ്റിലിരുന്നിട്ട് അത് പുറത്തേക്ക് വന്നു. പിന്നീട് ഇങ്ങനെയുള്ള പിന്നെ ഇപ്പോൾ ഇന്ന് തന്നെ വാർത്തയിൽ നമ്മൾ കാണുന്നു ഒരു പിന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ ചികിത്സയുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായിരുന്നില്ല. അപ്പോൾ ഒരു ആരോഗ്യ മേഖലയിലെ ഗുരുതരമായിട്ടുള്ള പിശകിൻ്റെ ഭാഗമായിട്ട് ഒരു സനൂപ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിത്തം പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മളൊരു ആരോഗ്യ വകുപ്പ് മന്ത്രി, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് മാക്സിമം എല്ലാ സമരക്കാരും പ്രതിഷേധക്കാരോട് സംയമനം പാലിച്ചുകൊണ്ട് അവരോട് ശരി നമ്മൾ ചെയ്യും, കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളൊരു സംയമനത്തോടുകൂടി വളരെ ഇതായിട്ട് പോകേണ്ട ഒരു സ്ത്രീ. ഞാൻ ഏതോ വലിയ സംഭവമാണ്, ഞാൻ ഈ രാജ്യത്തിലെ മഹാറാണി എന്നുള്ള രീതിയിൽ ഈ KSU കുട്ടികളടുത്ത് വാടാ പോരിന് വിളിക്കുന്നു, നീയൊക്കെ ചുണയുണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് പോരിന് വിളിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു മന്ത്രിയെ ഇല്ല നാട്ടിൻപുറത്ത് ആൾക്കാർ പെണ്ണുങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടത്തില്ല. അതുപോലെ വെറും വർത്താനത്തിൽ തറയായിട്ട് അവരുടെ ആ ഒരു ശരീരഭാഷയൊക്കെ കണ്ടില്ലായിരുന്നു, അവരുടെ ഒരു ലാംഗ്വേജ് കണ്ടില്ലായിരുന്നു. ഇവരെന്തോ വലിയ സംഭവമാണ്, നീയൊക്കെ ആരാടാ എന്നുള്ള രീതിയിൽ ആൾക്കാരെ, കൊച്ചു പിള്ളേരെ, KSUവിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെത്ര 25 വയസ്സ് വരുന്ന KSUക്കാർ, അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സ്ത്രീ. ആ വെല്ലുവിളിയാണ് അവിടെ നടത്തിയത്. അപ്പോൾ ആ വെല്ലുവിളി നടത്തിയിട്ടും അവിടെ ആ SIയും പോലീസുകാരും ഒക്കെ അവരെ പിടിക്കുന്നുണ്ട്, അവരെ തടയുന്നുണ്ട്. അവരെയാണ് തടയുന്നത്. KSU പിള്ളേരെ പിടിച്ചുകൊണ്ടെന്ന് പോലീസ് അങ്ങ് പോയി. ഇവരെ തടയാൻ ശ്രമിക്കുകയാണ്. ഇവരെ തടയുന്നു, ഇവരെ പൂണ്ടടക്കം പിടിക്കുന്നു, ഇവരുടെ മുഖത്ത് ഇങ്ങനെ പിന്നെ ലേഡി SI തലോടുന്നു. ഇതൊക്കെയാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കറുത്ത മീൻസ് കരിനീല ഷർട്ട് ഇട്ട ഒരു ഗൺമാൻ അവിടെ ഉണ്ട് കേട്ടോ. ആ ഗൺമാൻ ഇങ്ങനെ വരുന്നുണ്ട്. ഗൺമാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് ഗൺമാൻ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പോൾ അയാളുടെ
കളർ അയാൾ ആ കൈ കൊണ്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും അയാളുടെ കൈ തട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അയാൾ പിന്നെ അയാൾ ഫ്രണ്ടിലോട്ട് കയറാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ തട്ടി, പക്ഷേ ഇവരെ തട്ടിയിട്ടില്ല. ഇവർ അതിനുശേഷം നിങ്ങൾ വരുന്ന വിഷ്വൽസ് ഞാൻ ഈ ഒരു പിക്കായിട്ട് വച്ചിട്ടുണ്ട്. അവർ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടും തിരിഞ്ഞ് മറ്റുള്ള ആ പിള്ളേരെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ചിരിച്ചുകൊണ്ട് ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നടന്നിങ്ങനെ വരുവാണ്. ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ആ വിഷ്വൽ നമ്മൾ കാണുമ്പോൾ എന്തുമാത്രം വലിയ പൊറാട്ട് നാടകമാണ്. നാണവും മാനവും ഉളുപ്പും ഇല്ല ഈ സ്ത്രീക്ക്. ഇവരൊരു ആരോഗ്യ വകുപ്പ്, കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആയതുകൊണ്ടാണ് ഇവരോട് പ്രതിഷേധിക്കുന്നത്. അല്ലാണ്ട് ഇവർ സാധാരണ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. ഇവിടെയും പെണ്ണ് വിഷയം കൊണ്ടിട്ടു എന്നുള്ളതാണ്. അതാണ് ഈ CPM-ന് പെണ്ണ് വിഷയമില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി രാഹുലിൻ്റെ മുകളിൽ 2-3 പെണ്ണ് വിഷയങ്ങൾ കൊണ്ടുവന്നാലേ 15 പെണ്ണുങ്ങൾ പരാതിയുമായി വരുന്നു എന്ന് പറഞ്ഞ് പെണ്ണ് വിഷയം കൊണ്ടിട്ട് അതവിടെ ചീറ്റിപ്പോയി. അതിനുശേഷം ഇപ്പോൾ ഇതും പെണ്ണ് വിഷയം. ഇവരൊരു മന്ത്രിയാണ്. ഇവിടെ എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? ആ SIയോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷിക്കുവാണ്. ഈ ഒരുപാട് ദൂരെയാണ് ആ KSUക്കാർ നിൽക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയും ഒരു പെണ്ണ് വിഷയം കൊണ്ടുവന്ന് തിരക്കഥയിട്ടു. ഒരു സ്പീക്കർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു നിയമസഭയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് സ്പീക്കറിന് കേട്ടോ. ഒരു മുഖ്യമന്ത്രിക്ക് മുകളിലാണ് സ്പീക്കറിൻ്റെ സ്ഥാനം നിയമസഭയിൽ. അങ്ങനെയുള്ള ഒരു വ്യക്തി വെറും ഫ്രോഡ് DYFI അന്തം കമ്മി കളി കളിച്ചു എന്ന് പറയുമ്പോഴേ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ചെറിയ ഗൂഢാലോചന. ഷംസീർ വന്നപ്പോഴാണ് നമ്മുടെ വീണ ചേച്ചിയുടെ കഴുത്തിന് വേദന കൂടിയത്. പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ വീണ ചേച്ചി ആസ്ഥാന രോഗമുള്ള സ്ത്രീയാണെന്നും ഇവർ ബാംഗ്ലൂർ 3 മാസം കൂടുമ്പോൾ ചികിത്സയ്ക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇവർ 3 മാസം കൂടുമ്പോൾ ബാംഗ്ലൂർ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ വകുപ്പാണ് കേരളത്തിൽ. ആ കേരളത്തിലെ ആരോഗ്യ വകുപ്പുള്ള സ്ത്രീ, ആ മന്ത്രിയാണ് ബാംഗ്ലൂരിൽ 3 മാസം കൂടുമ്പോൾ ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചികിത്സയും കാര്യങ്ങളും നമ്മൾ ഓരോ വ്യക്തികളുടെയും പ്രൈവസിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു നാടകം കളിച്ച് KSU പിള്ളേർ, എത്രയോ ദൂരെ നിൽക്കുന്ന KSU പിള്ളേർ മാരകായുധങ്ങളുമായി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് FIR ഇട്ട് അവരെ പിടിച്ച് ജയിലിലടയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ചോദിക്കേണ്ടതായി വരും. കാരണം നമ്മുടെ കാശ് കൊണ്ടാണ് ഇവരെയൊക്കെ ഈ വകുപ്പിൽ പിടിച്ചിരിക്കുന്നത്. അവർ മന്ത്രിയുടെ ശമ്പളം വാങ്ങിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇവർ 3 മാസം കൂടുമ്പം പിന്നെ ബാംഗ്ലൂർ ചികിത്സയ്ക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരെ നമ്മൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെല്ലാം ഇവർ കഴുത്തിൽ കോളർ വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു പടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴുത്തിൽ ഫുള്ള് കോളർ വെച്ച് കെട്ടിയ പടങ്ങളാണ്. കാരണം ഇവരെ കഴുത്തിന് പിന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ പരിക്കിൻ്റെ ഭാഗമായി ഇവർ വളരെ ഭയങ്കരമായിട്ട് അലറുവാണ്. നമ്മളിപ്പോൾ ഞാൻ ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് ഭയങ്കരമായിട്ട് ദേഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയുടെ ബാക്ക് സൈഡിലൊക്കെ ചെറിയ പെയിനൊക്കെ വരും. കാരണം നമ്മുടെ BP കൂടുവാണ്. നമ്മൾ ഈ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടി നമുക്ക് BP കൂടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചെറിയ പെയിൻ ഉണ്ടാവും. അതായിരിക്കാം ഇവർക്ക് സംഭവിച്ചത്. കാരണം ഇവർ ആക്രോശിക്കുമായിരുന്നു. ആ പിള്ളേരെ അടിക്കും, അവരെ അങ്ങോട്ട് ചെന്ന് അടിക്കുന്ന രീതിയിൽ അവരെ തല്ലാൻ ചെല്ലുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ, ആരോഗ്യമന്ത്രിയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെയും പെണ്ണ് വിഷയം കൊണ്ടുവന്ന ഒരു വനിതയെ, മന്ത്രിയുടെ ഒരു വനിതയെ ആക്രമിക്കാൻ വന്ന സംഭവം ലോകത്തിൽ ആദ്യമായിട്ടാണ്. നാണവും മാനവും ഉളുപ്പുണ്ട് ഇവരൊക്കെ. CPM-ൻ്റെ എൻ്റെ ദൈവമേ, ആ സമയത്ത് പിന്നെ ഷംസീർ ആ ഒരു 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷംസീറിനെ കണ്ടപ്പോഴാണല്ലോ ഈ വീണ ജോർജിന് വേദന വന്നത്. ആ വീണ ജോർജിന് അപ്പോൾ വേദന വന്ന സമയത്ത് അത് കഴിഞ്ഞ് ഷംസീർ ആ ട്രെയിനിൽ കയറിപ്പോയി. ഒരു മന്ത്രി, ഇത്രമാത്രം ഗുരുതരമായ പരിക്കുമായിട്ട് കിടക്കുന്ന ഒരു മന്ത്രി അവിടെ കളഞ്ഞിട്ട് ഈ സ്പീക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ആ വണ്ടിയും കയറിപ്പോയി. അത് കഴിഞ്ഞ് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് സാക്ഷാൽ പിണറായി പിന്നെ വീണ ജോർജിനെ കാണാൻ വരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. ഈ പിന്നെ ആശുപത്രിയിൽ ഇങ്ങനെ ചാവാൻ കിടക്കുന്ന കണക്ക് കിടക്കുന്നു. അതിനുശേഷം ഈ പിന്നെ ഇവർ പരിയാരം മെഡിക്കൽ കോളേജ്, ഇത് അവരുടെ സ്ഥലമാണല്ലോ. പരിയാരം മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ അവരുടെ സ്ഥലമാണ്, അവരുടെ പാർട്ടി ഓഫീസ് പോലെ സ്ഥലമാണ് CPM-ൻ്റെ. അപ്പോൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കില്ല, പുതപ്പിനകത്ത് ഇങ്ങനെ പൊക്കിയെടുത്ത് പതുക്കെ സ്ട്രെച്ചർ വെച്ച് അതുവരെ ചിരിച്ച് കളിച്ച് അവിടെ നിന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയാണ്
പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് ICUവിലാക്കുന്നു അല്ലേ. എന്നിട്ട് ആ ജില്ലാ ആശുപത്രിയിലെ ഹോസ്പിറ്റലിൽ അവർ കിടക്കുന്നു. അവരുടെ ആ തലയ്ക്ക് മുകൾ കുറേ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ECG മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെക്കുമല്ലോ. അപ്പോൾ ഒരു സ്വിച്ച് പോലും ഇട്ടിട്ടില്ല, ആ ലൈറ്റിൽ ഒരു സ്വിച്ച് പോലും ഇട്ടിട്ടില്ല. കാരണം നാടകം നമ്മൾ ചെയ്യുമ്പോൾ, ഞാൻ സ്റ്റേജിൽ നാടകം ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ നാടകമായാലും അത് ആൾക്കാർക്ക് കൃത്യമാണെന്ന് മനസ്സിലാക്കണമ്പോൾ നമുക്ക് റിയാലിറ്റി ഉണ്ടാവണം, അതിനകത്ത് കുറച്ചൊക്കെ റിയാലിറ്റി ഉണ്ടാവണം. നമ്മൾ അഭിനയിക്കുന്നതാണ് അത് കറക്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ അഭിനയിക്കുമ്പോൾ, ഞാനൊരു അഭിനേത്രി ആയതുകൊണ്ട് തന്നെ അഭിനയിക്കുമ്പോൾ ഞാൻ ആ തലത്തിലേക്ക് മാറും. ഞാനെന്ന് പറയുന്ന അനഘ ഒരു വക്കീലാണ്, ഞാനൊരു അഡ്വക്കേറ്റ് അനഘ എന്നുള്ള പദത്തിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മു എന്നുള്ള പദത്തിൽ നിന്ന് മാറി ഞാൻ ഏതാണോ കഥാപാത്രം ആ കഥാപാത്രമായി മാറുവാണ്. അവിടെ അഭിനയമല്ല, നമ്മളവിടെ അങ്ങ് ജീവിക്കുകയാണ്. എന്നെങ്കിലും നമുക്ക് അഭിനയിക്കാൻ പറ്റും, പ്രത്യേകിച്ച് സ്റ്റേജ് ഷോകൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അഭിനയത്തിന് അവാർഡൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ അഭിനയം പക്ക പൊളിഞ്ഞു പോയി. കാരണം ഈ അഭിനയിക്കാൻ കൂട്ടുനിന്ന ആൾക്കാരുണ്ടല്ലോ കൂടെ, ഈ സഹനടന്മാരും നടിമാരും. അപ്പം നടിമാർ കൂടുതലും വന്നിട്ടില്ല, നടന്മാരാണ്. ഗോവിന്ദനാശാനും അതുപോലെ തന്നെ നമ്മുടെ പിണറായി സഖാവും രാകേഷും, പിന്നെ എനിക്ക് പറയേണ്ട കുറേ എണ്ണം ഉണ്ടല്ലോ. എൻ്റെ നാണവും മാനവും ഒരു ഉളുപ്പും ഇല്ലേ. ഈ ബാലഗോപാലൊക്കെ നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ വിവരം ഉണ്ടെന്ന്, അയാൾ പോലും എന്താണ് ഇതിൻ്റെ വിഷ്വലൊന്ന് കാണി, എന്താണ് സംഭവം എന്ന് പോലും അറിയാതെ വായി തോന്നുന്ന വിവരക്കേടങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ശതമാനം ഇവർക്ക് ഉളുപ്പ് വേണ്ടായോ ഒരു സംസാരിക്കുന്നതിന്? എന്താണ് സംഭവിച്ചത്? വല്ല KSE പിള്ളേർ കർച്ചീഫ് പോലുള്ള ഒരു കറുത്ത തുണി പോക്കറ്റിൽ നിന്നോ കയ്യിലോ ഇരുന്ന് ചുരുട്ടി പിടിച്ച് അവർ പൊക്കി വീശിയപ്പോഴത്തേക്ക് ഇവരുടെ കഴുത്തിനകത്ത് മാരകായുധം കൊണ്ട്, അതല്ല എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഗൈസ്. FIR ഇട്ടിരിക്കുന്നു. നമ്മുടെ പോലീസിനെ കുറിച്ച് വീണ്ടും നമുക്ക് നല്ല ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് FIR കേട്ടോ. ഈ FIRനകത്ത് എന്താണ്, മാരകായുധങ്ങളുമായി മന്ത്രി വീണ ജോർജിനെ കൊല്ലാമെന്നു. അതിൽ മാരകായുധം പോയിട്ട് ആ ഒരു കർച്ചീഫിൻ്റെ വലിപ്പമുള്ളൊരു കറുത്ത തുണിയാണ്, അത് ആ പോലീസുകാരൻ പിടിച്ചു വാങ്ങിച്ച് കളയുകയും ചെയ്തു. അപ്പോൾ മാരകായുധങ്ങളുമായി മനഃപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഗൂഢാലോചന നടത്തിയിട്ട് ഈ പിള്ളേർ മന്ത്രി വീണ ജോർജിനെ കൊല്ലാമെന്നു എന്നൊക്കെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് കൊല്ലടാ അവളെ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് കൊല്ലാൻ വന്നെന്ന് അവർ എന്താണ് പറഞ്ഞത്? പ്രതിഷേധം KSU പ്രതിഷേധം, രാജിവെച്ചു പുറത്തു പോകൂ, മന്ത്രി രാജിവെച്ചു പുറത്തു പോകും, ഇതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. കൊല്ലടാ അവളെ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ദൈവമേ, നമ്മൾ ഈ കേസൊക്കെ എഴുതുന്ന സമയത്ത് ഫാമിലി കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളായിട്ട് കേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ, ഏത് വക്കീലന്മാരും ഇപ്പം നിങ്ങളാലും കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എറിച്ചെഴുതും, എന്നെങ്കിൽ മാത്രമേ ആ ഉള്ളതെങ്കിലും അവിടെ വരത്തുള്ളൂ. ഇത് ഉള്ളത് പോയിട്ട് എറിച്ചുമല്ല, എന്തൊക്കെ വിവരക്കേട് എഴുതി വെക്കാവോ അതെല്ലാം എഴുതി വെക്കണം. അത് FIRലാണ് നമ്മൾ ആലോചിക്കണം. നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കാൻ, ഒരാൾക്കാരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന വെറും വൃത്തികെട്ട പോലീസിൻ്റെ ആ ഒരു നന്മ, ഒരു ശകലം നന്മയെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മയും കൂടി കളയുന്ന ഒരവസ്ഥയിലേക്ക് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാറി എന്നൊക്കെ കാണുമ്പോഴേ നമുക്ക് സാധാരണക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. സാധാരണക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്താ പറയുന്നത്, പച്ച തെറി വിളിക്കാനാണ് തോന്നുന്നത്. ഈ സ്ത്രീ കണ്ടില്ലേ, ചിരിച്ചോണ്ട് വരുക. ഈ അടിയും പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്ന വീണ ജോർജിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം പിന്നെ വീണ ജോർജിൻ്റെ അയ്യോ എനിക്ക് കഴുത്തിന് ഉളുക്കിയെന്ന്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് ഫോണിരിപ്പുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെ അഭിനയിക്കണമെന്ന്. നമ്മുടെ മുഖ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ആരോഗ്യ വകുപ്പിലെ ഗുരുതരമായ വീഴ്ചകൾ, സംഭവങ്ങൾ, ഹർഷിനെ തൊട്ട് ഹർഷിനയുടെ ആദ്യത്തത് ഹസ്ന, 24 വയസ്സുള്ള ഹസ്ന, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മലദ്വാരം മുറിഞ്ഞിട്ട്, ഓപ്പറേഷൻ ചെയ്ത സമയത്ത് മലദ്വാരം മുറിഞ്ഞിട്ട് വയറ്റിലുള്ള മലം ജനനേന്ദ്രിയത്തിൽ കൂടെ പോകുന്നൊരവസ്ഥയിൽ വയറ്റിലെ ഒരു സൈഡിൽ ഹോളിട്ട് അതിലേക്കൂടെ ട്യൂബിട്ട് ബാഗിട്ട് മലം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ ദുരിതം ഒന്ന് ആലോചിക്കുക. അത്രമാത്രം ദുരിതത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച കൊണ്ടുണ്ടായതാണ്. അത് ചികിത്സാ പിഴവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കണ്ണ് കാണാമില്ല. പിന്നെ നമ്മൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വട്ടിയൂർക്കാവ് വിളപ്പിൽ ആ ഒരു ആശുപത്രിയിൽ രാത്രി ചികിത്സ കിട്ടാതെ ഒരു സ്വിഗ്ഗിയിൽ ഒരു പയ്യൻ മരിച്ചുപോയി. ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ആൾക്കാരുടെ പേര് പറയാനുണ്ട്. ഗുരുതരമായ ചികിത്സാ പിഴവിൽ ഇന്ന് രക്തസാക്ഷികളെ പോലെ ജീവിക്കുന്ന ആൾക്കാർ, അവർക്കൊന്നും വേദനയില്ല. ഇത് ഓടിക്കൊണ്ടുപോകുന്നു, കഴുത്തൊന്ന് ഉളുക്കിയെന്ന് പോലും നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈ
സ്ത്രീ കിടന്ന് അലറി, ഈ സ്ത്രീ വെല്ലുവിളിച്ചുകൊണ്ട് ആ പിള്ളേരുടെ പുറത്ത് ചാടി വീഴുക. ഏതെങ്കിലും ഒരു സാധാരണക്കാരി, ഒരു സാധാരണ ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി ആയിക്കോട്ടെ, ജനപ്രതിനിധിയായിട്ടെ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് അവരവരുടെ കാര്യം നോക്കി പോകുക. ഇവർ ഇതെന്തിനാണ് അങ്ങോട്ട് അലറി ചെല്ലേണ്ട ആവശ്യം എന്താണ്? അവരും ഈ KSUകാർ ഇവിടുത്തെ ജനങ്ങളല്ലേ, അവരുടെയും കൂടി മന്ത്രിയല്ലേ. അപ്പോൾ ജനാധിപത്യം ഒരു മര്യാദയുണ്ട്, ആ മര്യാദയെങ്കിലും പാലിക്കണ്ടേ? ഇത് എന്നിട്ട് വന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആക്രമിച്ചു, അവിടെയും സ്ത്രീ കാർഡ് കിടക്കുന്നത്. ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ്. സ്ത്രീ കാർഡ് കിടക്കി ഇങ്ങനെയുള്ള വിവരക്കേടിന് ഒരു ഉളുപ്പ് നാണവുമില്ലാതെ ഇങ്ങോട്ട് വന്നാലേ പച്ചയ്ക്കാണ് വിളിച്ചു പറയാൻ പോണത്. പച്ചയ്ക്ക് വിളിച്ചു പറയും. കാരണം ഇത്രമാത്രം പൊറാട്ട് നാടകം കളിച്ചാലും ജയിക്കത്തില്ല. വെറുതെയാണ് ഈ പൊറാട്ട് നാടകം. ഇപ്പം ജനങ്ങളുടെ മുന്നിൽ വീണ്ടും ഊശിയായില്ലേ? വെറും നാണം കെടുവല്ലേ? കാരണം ഈ ഒരു വിഷ്വലിൽ KSUകാർ ഇവരുടെ അടുത്തേക്ക് ചെന്നെന്നോ, ഇവരുടെ ദേഹത്തിൻ്റെ ഇവരുടെ ഒരു 10 മീറ്റർ അടുത്തെങ്കിലും KSUകാർ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു വിഷ്വൽ ഇവരെത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ഈ MV ജയരാജൻ എന്ന് പറഞ്ഞാൽ അയാളുണ്ടല്ലോ, എന്തോ അയാളെ പേര് ഞാൻ വേണ്ട, നമ്മളെ ഇടം പേര് പറയണ്ട. അയാൾ വന്ന് രാവിലെ പറയുക, നമ്മുടെ ശുംഭൻ, കോടതിനെ ശുംഭൻ എന്ന് വിളിച്ച, ജയിലിൽ 3-4 ദിവസം ജയിലിൽ കിടന്നില്ലേ ശുംഭൻ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ അയാൾ വന്ന് പറയുവാണ്, തെളിവ് ഞാൻ കൊണ്ടുവന്നു. അതാണ്ടേ ഗവൺമെൻറ് കൈ പൊക്കുന്ന, ഗവൺമെൻറ് ഉടുപ്പ് എടുത്തുകൊണ്ട് വന്നു. അതാണ്ടേ വീണ ജോർജിൻ്റെ കഴുത്തിൽ തുണി ഇട്ടടിക്കുന്ന തെളിവ് ഞാൻ കൊണ്ടുവന്ന്. നാണോ മാനോ ഉളുപ്പ് ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉളുപ്പില്ലായ്മയ്ക്ക് നമുക്ക് എന്താ പറയുക? ഉളുപ്പില്ലായ്മയെന്നാണോ, നാണം കെട്ടവരെന്നാണോ? ഇത്രയും നാണം കെട്ട് നാറിയ ഒരു ആൾക്കാർ ഈ ലോകത്തിന് വരാനില്ല. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ചരിത്രത്തിൽ ഉണ്ടാവത്തില്ല. അതിൻ്റെ ഇനി നാടകത്തിൻ്റെ അടുത്തതാണ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡിന് വേണ്ടി വന്നതാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എന്തായാലും പെണ്ണിൻ്റെ പേരും പെണ്ണിൻ്റെ ശരീരവും ആയതുകൊണ്ട് സ്ത്രീ കാർഡ് ഇറക്കൽ അവിടെ വിജയിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 8 നിലയിൽ പൊട്ടി പാളീസായി എന്നറിയുമ്പോൾ ഇനി അതും ഇവർ വീണ്ടും വന്നിരുന്നെങ്കിൽ ഈ അന്തം കമ്മികൾ വീണ്ടും വന്നിരുന്ന ചാനലുകളിൽ ന്യായീകരിക്കുകയാണ്. ഞാൻ എല്ലാ നാട്ടിലും നിൽക്കുകയാണ് കേട്ടോ. ഞാൻ PhD തെസിസുമായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ കേരളത്തിലില്ല. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ഈ വീഡിയോ വിടുന്ന സൗണ്ടൊന്നും കറക്റ്റ് ആവുന്നില്ല, റൂമിലിരുന്ന് പറയുകയാണ്. അപ്പോൾ ഈ നമ്മൾ എന്നിട്ടും നമുക്കിത് ഒരു വീഡിയോ ചെയ്യണം. കാരണം ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുമോ? നല്ല ശക്തമായിട്ട് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ ഇത് വല്ല ഹോസ്റ്റലാണ്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കിടന്ന് അലറിക്കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ വാർഡൻ എന്നെ പിടിച്ച് പുറത്താക്കും. നമ്മൾ വലിയ പഠിത്തക്കാരിയൊക്കെയാണ്, അതൊക്കെ ഒരു വശത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഉളുപ്പ് നാണവും മാനവും ഇല്ലാത്ത സ്പീക്കറിനെയൊക്കെ നമ്മൾ എന്തോ വിളിക്കുന്നത്? വലിയൊരു ഗൂഢാലോചന നടത്തി വലിയൊരു നാടകം കളിച്ച് ഇവിടെ ഉള്ള നാട്ടുകാരെ പറ്റിക്കാന്ന് വിചാരിച്ചാൽ ഈ നാട്ടുകാർക്ക് വിവരവും വിദ്യാഭ്യാസവും കോമൺ സെൻസും ഒക്കെ ഉണ്ട് മനുഷ്യന്മാരെ. നിങ്ങൾക്ക് നാണവും മാനവും ഇല്ല ഇനി ഇങ്ങനെയുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ ആയിട്ട് വരാൻ. ആ സ്ത്രീയോട് പറ എഴുന്നേറ്റ് പോകാൻ. ഇവിടെ സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ വയ്യാതെ കിടക്കുന്നവർക്കൊന്നൊരു ഹോസ്പിറ്റലിൽ പോലും കഴിവില്ല. ഒരു കാര്യമില്ലാതെ ICUവിൽ സുഖസൗകര്യത്തിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം പേടിക്കേണ്ടല്ല, പ്രതിഷേധം പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട. അങ്ങനെ അവിടെ സുഖിച്ച് അവിടെ പോയി കിടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയ്ക്ക് വലിയ ദുരന്തം, ഈ ദുരന്തങ്ങളെയൊക്കെ ഏത് കാലത്ത് ഇവിടുന്ന് ഓടിക്കാൻ പറ്റൂ? എൻ്റെ ദൈവമേ, ഇതിനെയൊക്കെ ഓടിച്ച് ചാണവെള്ളം കുടയേണ്ട സമയം കഴിഞ്ഞു.